Good morning, students. In last class, one example, I think the question was wrong. There was a mistake in the solutions. So you all leave that examples. Okay. Next, move to the next topic, proportions. Today's our topic is proportion. What is proportion? The equality of two ratios is called proportions, which means if two ratios are in equal form or in same, then it called as proportions. And നമുക്ക് എന്തെന്ന് പറയാം, proportions എന്ന് പറയാൻ പറ്റും. Note that if A is to B equal to C is to D, then A, B, C and D are said to be in proportion, and the same can be represented as A is to B proportional C is to D. Proportion denote ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് കോളൻ എന്ന് വെച്ചാൽ A is to B equal to C is to D. So we consider two ratios A is to B and C is to D. If A is to B equal to C is to D, then we can return as in proportional form A is to B proportion C is to D. പ്രൊപ്പോർഷൻ്റെ സിമ്പിളാണ് രണ്ട് കോളൻ. ക്ലിയർ ആയോ? A is to B എന്ന് പറയുന്ന ഒരു റേഷ്യോയും C is to D എന്ന് പറയുന്ന റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ A, B, C ആൻഡ് D നമുക്ക് പ്രൊപ്പോർഷൻ എന്ന് പറയാമെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാം? A is to B, two colons, C is to D. Two colon means proportion. A is to B proportion, C is to D. Then move to the properties of the proportion. Properties of the proportions. First property is A, B, C and D are respectively known as the first, second, third and fourth proportional. എന്താണ്? A, B, C and D are respectively known as the first term, second term, third and fourth proportional. Or we can say that first proportional, second proportional, third proportional and fourth proportional. Okay. ഇത്രയേ ഉള്ളൂ. രണ്ട് റേഷ്യോസിൽ ഫസ്റ്റ് റേഷ്യോയെ നമ്മൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമായിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തെ റേഷ്യോയെ തേർഡ് ടേം ഫോർത്ത് ടേം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണലായിട്ട് ഫോർത്ത് പ്രൊപ്പോർഷണലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേംസ് ആർ കോൾഡ് എക്സ്ട്രീംസ്. എന്താണ്? ഫസ്റ്റ് റേഷ്യോയിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് റേഷ്യോയിലെ സെക്കൻഡ് ടേമും, വിച്ച് മീൻസ് ഇൻ ദിസ് എ ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് ഡി ഈസ് ദ ഫോർത്ത് ടേം. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേംസ് ആർ കോൾഡ് എക്സ്ട്രീംസ്. ഫസ്റ്റ് ടേമിനെ ഫോർത്ത് ടേമിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എക്സ്ട്രീംസ് എന്ന് പറയുന്നു. വൈൽ ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ടേംസ് ആർ കോൾഡ് മീൻസ്. സെക്കൻഡ് ടേമിനെയും തേർഡ് ടേമിനെയും നമ്മൾ പറയുന്നത് എന്താണ്? മീൻസ്. അതായത് ബി ആൻഡ് സി. Clear that A and D are the first and the fourth term which called as extremes, and B and C are the second and the third terms which called as means. അതിനെ നമ്മൾ മീൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പഠിച്ചു. A, B, C, D are respectively known as first, second, third and fourth proportional. And the second property പറയുന്നു the first and the fourth terms are called extremes and the second and the third terms are called means. Okay, then the next properties is the product of extremes is equal to the product of means. അതായത് എക്സ്ട്രീംസിൻ്റെ പ്രോഡക്റ്റും മീൻസിൻ്റെ പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കുമെന്ന്, വിച്ച് മീൻസ് A into D is equal to B into C. അതായത് ഫസ്റ്റ് ടേമിൻ്റെ ഫോർത്ത് ടേമിൻ്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എ ഇൻറ്റു ഡി. അതായത് പറയുന്നതാണ് എക്സ്ട്രീംസ്. ഇനി പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മീൻസ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേമും തേർഡ് ടേം. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻറ്റു സി. അത് ഈക്വൽ ആയിരിക്കും, അതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്നാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? The fourth term can also be referred to as the fourth proportional of A, B and C. അതായത് ഫോർത്ത് ടേമിനെ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റുന്നു. എന്താണ്? ദ ഫോർത്ത് ടേം ക്യാൻ ഓൾസോ ബി റെഫേർഡ് ടു ആസ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ഓഫ് എ, ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും ഫോർത്ത് പ്രൊപ്പോർഷണലാണ് ഫോർത്ത് ടേം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ദ ടേംസ്, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. In second, we learned that the first and the fourth terms are called extreme and the second and the third term are called means. The third property is the product of extremes is equal to product of means. And fourth property is the
the fourth term can also be referred to as the fourth proportional of A, B and C. എയുടെയും ബിയുടെയും സിയുടെയും ഫോർത്ത് പ്രൊപ്പോർഷണലാണ് ഫോർത്ത് ടേം എന്നാണ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. മൂവ് ടു ദ ഫിഫ്ത്ത് പ്രോപ്പർട്ടി. In fifth property, if A is to B equal to C is to D, that is A by B equal to C by D. I think we already studied that A is to B നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A by B. അപ്പം A is to B equal to C is to D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റും? A by B equal to C by D. എന്താണ്? A by B equal to C by D എന്ന് നമുക്ക് അതിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഗിവൺ ദ പ്രോപ്പർട്ടീസ് ക്യാൻ ബി റിട്ടേൺ ആസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാം? ബി ഈസ് ടു എ കോളൻ ഡി ഈസ് ടു സി, ദാറ്റ് ഈസ് ബി ബൈ എ ഈക്വൽ ടു ഡി ബൈ സി. അതായത് നമുക്ക് രണ്ട് റേഷ്യോസ് തരുന്നു, എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും തരുന്നു. അതിനെ നമ്മൾ നേരെ റെസിപ്രോക്കൽ ഫോമിലേക്ക് എഴുതുന്നു. അപ്പോൾ റെസിപ്രോക്കൽ ഫോമിലേക്ക് എഴുതണമെങ്കിൽ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡിയെ നമ്മൾ എങ്ങനെ എഴുതുന്നു? എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദെൻ ദ ഗിവൺ പ്രോപ്പർട്ടീസ് ക്യാൻ ബി റിട്ടേണേഴ്സ്. അത് തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയെ നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കും? ബി ഈസ് ടു എ പ്രൊപ്പോർഷണൽ ഡി ഈസ് ടു സി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ബി ബൈ എ ഈക്വൽ ടു ഡി ബൈ സി ബൈ ടേക്കിംഗ് ദി റെസിപ്രോക്കൽസ് ഓഫ് ടേംസ് ഓൺ ബോത്ത് സൈഡ്. എന്താണ്? രണ്ട് സൈഡിലെയും ടേംസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. എ ബൈ ബി എന്നുള്ളത് എന്ത് വരും? ബി ബൈ സി വരുന്നു, ബി ബൈ എ വരുന്നു. സി ബൈ ഡി എന്നുള്ളത് ഡി ബൈ സി വരുന്നു. ബൈ ടേക്കിംഗ് ദി റെസിപ്രോക്കൽ ഓഫ് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ്. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഇൻവേർട്ടഡ്. ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവേർട്ടഡ് എന്ന് പറയാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ അതിൻ്റെ ഇൻവേർട്ടഡ് കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പം എ ഈസ് ടു ബി ഈക്വൽ ടു അല്ലെങ്കിൽ എ ഈസ് ടു ബി പ്രൊപ്പോർഷൻ സി ഈസ് ടു ഡി തന്നിട്ട് അതിൻ്റെ ഇൻവേർട്ടഡ് ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എഴുതുക: ബി ഈസ് ടു എ പ്രൊപ്പോർഷണൽ സി ഈസ് ടു ഡി, ഡി ഈസ് ടു സി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ബി ബൈ എ ഈക്വൽ ടു ഡി ബൈ സി. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ഫോം. അപ്പോൾ നമുക്കതിനെ ഇൻവേർട്ടഡ് ഫോമിലേക്ക് കിട്ടും. അതാണ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻവേർട്ടഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. അതിന് പറയുന്നതാണ് ഇൻവേർട്ടഡ്. അതിന് ഇൻവേർട്ടഡ് എന്നാണ് പറയുന്നത്. ഇനി മൂവ് ടു ദ സിക്സ്ത് പ്രോപ്പർട്ടി. ഇഫ് എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ സി ഈസ് ടു ഡി, ദെൻ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ ബൈ ബി ബൈ സി. എന്താണ്? എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ സി ഈസ് ടു ഡിയെ രണ്ട് സൈഡിലും, അതായത് രണ്ട് റേഷ്യോയുടെ സൈഡിലും ബി ബൈ സി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബി ബൈ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ എ ഈസ് ടു ബി കോളൻ ബി സി ഈസ് ടു ഡിയെ എങ്ങനെ റിട്ടേൺ ചെയ്യണം? എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതണം. എങ്കിലല്ലേ ബി ബൈ സി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എ ബൈ ബി ഇൻറ്റു ബി ബൈ സി ഫസ്റ്റ് ടേം ഈക്വൽ ടു സി ബൈ ഡി ഇൻറ്റു ബി ബൈ സി. അപ്പോൾ ആദ്യത്തെ ടേം എങ്ങനെയാണ്? എ ബൈ ബി ഇൻറ്റു ബി ബൈ സി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ വെട്ടിപ്പോവും? ബിയും വെട്ടിപ്പോവും. അപ്പോൾ അവിടുത്തെ എന്ത് കിട്ടും? എ ബൈ സി കിട്ടും. ദാറ്റ് ഈസ് എ ഈസ് ടു സി. സെക്കൻഡ് ടേം റേഷ്യോസിൽ എങ്ങനെ വരും? സി ബൈ ഡി ഇൻറ്റു ബി ബൈ സി. അവിടെ സിയും വെട്ടിപ്പോവും, ബിയും ഡിയും വരും. അപ്പോൾ ബി ഈസ് ടു ഡി കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെ കിട്ടും? എ ഈസ് ടു സി ഈക്വൽ ടു ബി ഈസ് ടു ഡി എന്ന് കിട്ടും. എന്താണ്? വി ഗെറ്റ് എ ഈസ് ടു സി ഈക്വൽ ടു ബി ഈസ് ടു ഡി എന്ന് കിട്ടും. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഓൾട്ടർനെൻഡോ. അതിനെ എന്തെന്ന് പറയുന്നു? ഓൾട്ടർനെൻഡോ എന്നാണ് അതിന് പറയുന്നത്. എന്താണ്? നമുക്ക് രണ്ട് റേഷ്യോസ് തന്നിരിക്കുകയാണ്, എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും. അത് പ്രൊപ്പോർഷണൽ ഫോം ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ബി ബൈ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ടേമിനെ എങ്ങനെ റിട്ടേൺ ചെയ്യുന്നു? എ ഈസ് ടു ബിയെ നമ്മൾ എ ബൈ ബി എന്ന് എഴുതുന്നു, ഈക്വൽ ടു സി ഈസ് ടു ഡിയെ നമ്മൾ സി ബൈ ഡി എന്ന് എഴുതുന്നു. അപ്പോൾ എ ബൈ ബി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം എ ബൈ ബി ഇൻറ്റു ബി ബൈ സി ഈക്വൽ ടു സി ബൈ ഡി ഇൻറ്റു ബി ബൈ സി. അത് മീൻസ് രണ്ട് ടേംസിലും ഫസ്റ്റ് ടേമിൽ നമ്മൾ എന്ത് വെട്ടിപ്പോവും? ബി വെട്ടിപ്പോവും അല്ലേ?
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ടായിരിക്കും ബി കിടക്കുന്നത്, വെട്ടിപ്പോവും. സെക്കൻഡ് ടേമിൽ സി വെട്ടിപ്പോവും. സോ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഈസ് A:C ഈക്വൽ ടു B:D. അതാണ് നമ്മുടെ 6th പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണ്? ഓൾട്ടർനെൻറ്റോ. അടുത്ത് സെവൻത് പ്രോപ്പർട്ടി പറയുന്നത് ആഡിങ് 1 ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ്റെ രണ്ട് സൈഡ്സിലേക്കും 1 കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുക. എന്താണ്? പ്രൊപ്പോർഷൻ്റെ രണ്ട് സൈഡിലേക്കും 1 കൊണ്ട് ആഡ് ചെയ്യുക. 1 കൊണ്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? A:B പ്രൊപ്പോർഷണൽ C:D. വി ഗെറ്റ് A/B +1. നമുക്കറിയാം A:B നമ്മൾ A/B ആയിട്ട് എഴുതുന്നു. +1 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു ഈക്വൽ ടു C:D നമ്മൾ C/D ആയിട്ട് എഴുതുന്നു, +1 ചെയ്യുന്നു. അപ്പം നമുക്കിതറിയാം എന്തായിട്ട് കിടക്കുന്നത് ഒരു എന്താ A/B +1 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? A/B +1/1 വരും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം A + B/1B. അപ്പോൾ മേളിൽ എന്ത് വരും? A+B വരും. ഡിനോമിനേറ്റർ എങ്ങനെ വരും? B/1, ദാറ്റ് ഈസ് B. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടും? A+B/B കിട്ടും. സിമിലർലി C/D +1/1 ചെയ്യുമ്പം C+D/D കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. A+B/B ഈക്വൽ ടു C+D/D. ആ പ്രൊപ്പോർഷനെ നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാം? അപ്പോൾ A/B ഫ്രാക്ഷൻ ഫോമിലേക്ക് കടക്കുന്നത്. ഇനി നമുക്ക് ഈസ് ഫോമിലേക്ക് ആക്കണം. അതിനെന്ത് കൊടുക്കുന്നു? A+B/B ഈക്വൽ ടു C+D/D. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് കമ്പോണൻറ്റോ. ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കമ്പോണൻറ്റോ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് 7th പ്രോപ്പർട്ടി പറയുന്നത്? എന്താണ്? ആഡിങ് 1 ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ. രണ്ട് സൈഡിലെ പ്രൊപ്പോർഷനിലേക്ക് 1 കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊപ്പോർഷൻ എങ്ങനെ എഴുതാം? A/B +1 ഈക്വൽ ടു C/D +1 എന്ന് എഴുതാം. അതിനെ എങ്ങനെ റിട്ടേൺ ചെയ്യാം? A+B/B ഈക്വൽ ടു C+D/D എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനെ റിട്ടേൺ ചെയ്ത് ഈസ് ഫോമിലേക്ക് ആക്കുമ്പം A+B/B ഈക്വൽ ടു C+D/D എന്ന് വരും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന് നമ്മൾ പറയുന്ന പേരാണ് കമ്പോണൻറ്റോ. ആൻഡ് ദ 8th പ്രോപ്പർട്ടി ഈസ് സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, രണ്ട് സൈഡിലും 1 കൊണ്ട് ആഡ് ചെയ്തു. ലാസ്റ്റ് 7th പ്രോപ്പർട്ടി. ഇനിയും 8th പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? രണ്ട് സൈഡിലും പ്രൊപ്പോർഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ 1 കൊണ്ട് മൈനസ് ചെയ്യുന്നു. അപ്പം A:B പ്രൊപ്പോർഷൻ C:D ക്യാൻ ബി റിട്ടേൺ ആസ് A/B -1 ഈക്വൽ ടു C/D -1. So it can be solved as A-B/B ഈക്വൽ ടു C-D/D. അതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫ്രാക്ഷൻ ഫോമിനെ നമ്മൾ വീണ്ടും ഈസ് ഫോമിലേക്ക് എഴുതുമ്പം A-B/B ഈക്വൽ ടു C-D/D. ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഡിവിഡൻറ്റോ. ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡിവിഡൻറ്റോ. എന്താണ്? പ്രൊപ്പോർഷൻസിൻ്റെ അകത്ത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് we studied the 8 properties, and the next class we studied the 9th and the 10th properties. Okay, and I explained 5 to 8 in notes given below. Okay students, thank you.